മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് ടൈംസ് നൗവിലാണെന്ന് തോന്നുന്നു, അതോ CNN IBNലോ ഓർമ്മയില്ല, വളരെ പ്രശസ്തമായിട്ടുള്ള തിങ്ങി നിറഞ്ഞ ഓഡിറ്റോറിയത്തിലെ ഒരു സദസ്സിൽ ശ്രീ അർണബ് ഗോസ്വാമി പത്രപ്രവർത്തനത്തെക്കുറിച്ച് അതിശക്തമായ ഭാഷയിൽ സംസാരിക്കുകയുണ്ടായി. അതിശക്തമായ ഭാഷയിൽ സംസാരിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ പത്രപ്രവർത്തകനായി തുടരുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല, പത്രപ്രവർത്തനത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും പത്രപ്രവർത്തകരെ തനി തെമ്മാടികളെ പോലെ കൈകാര്യം ചെയ്യുകയും അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്ന ബുദ്ധിജീവികളും സമൂഹത്തിലെ പല മണ്ഡലങ്ങളിലുള്ളവരും ഉണ്ട്. അതിങ്ങനെ എണ്ണി 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 ആ മനുഷ്യൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഈ ഭാരതത്തിൽ നടന്നിട്ടുള്ളതായിട്ടുള്ള അഴിമതികൾ, മനുഷ്യർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന, രാഷ്ട്രീയക്കാരുണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ, ഗവൺമെന്റും ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരും ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇവിടുത്തെ കൈക്കൂലിയും അഴിമതിയും സ്വജനപക്ഷപാതവും പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ കുറെ എണ്ണി അർണബ് ഗോസ്വാമിയുടെ സ്വതസിദ്ധമായിട്ടുള്ള ഭാഷയിലൂടെ ഭാരതത്തിലും ലോകത്തിലും, അദ്ദേഹം ഭാരതത്തിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഈ പത്രമാധ്യമങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ സമൂഹത്തിനത് അറിയാൻ എങ്ങനെയാ സാധിക്കുക? പത്രമാധ്യമങ്ങളിൽ കുറവുകളില്ല എന്നല്ല, റിപ്പോർട്ടർമാരിലും മാധ്യമ പ്രവർത്തകരിലുമെല്ലാം സാധാരണ മനുഷ്യരിൽ കാണുന്ന, സമൂഹത്തിൽ കാണുന്ന അപച്യുതി അവിടെയുമുണ്ട്. പക്ഷെ അപച്യുതിയും പരിമിതികളും എല്ലാം ഉണ്ടെങ്കിലും ഈ പത്രമാധ്യമങ്ങൾ, അതിലൂടെ പുറത്തേക്ക് വരുന്ന വാർത്തകളും വിവരങ്ങളും വിവരണങ്ങളും അറിവുകളും അറിയിപ്പുകളും ലഭിക്കാനുള്ള സംവിധാനമില്ലായിരുന്നു എങ്കിൽ ഈ ഭാരതത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താകുമായിരുന്നു? ഇത് ഞാൻ വളരെ നിർവികാരനായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. കാരണം വികാര തീവ്രമായിട്ട് അദ്ദേഹം പറഞ്ഞതിന്റെ ഇൻഫർമേഷൻ മാത്രം തരലാണ് എൻ്റെ ഉദ്ദേശം. അതിനെ വിശകലനം ചെയ്തിട്ട് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഒരു കമന്റ് നിങ്ങളോട് പറയലല്ല എൻ്റെ ഉദ്ദേശം. നമ്മളുടെ പത്രമാധ്യമങ്ങൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നടത്തുന്ന നന്മകൾ, അവർക്ക് രാഷ്ട്രീയമുണ്ടാവാം, നമ്മളെ പോലെ അവർക്കും രാഷ്ട്രീയമുണ്ടാവാം, അവർക്ക് അവരുടേതായിട്ടുള്ള വീക്ഷണം ഉണ്ടാവാം, മറ്റേത് മണ്ഡലത്തിലുള്ളവർക്കും അവരുടെ വീക്ഷണം ഉള്ളതുപോലെ ഇവർക്കും വീക്ഷണം ഉണ്ടാവാം. പത്രമാധ്യമങ്ങൾക്ക് മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ചായ്വുണ്ടാവാം, ഏത് വ്യക്തിക്കും ഏത് സംഘടനകൾക്കും ഉള്ളതുപോലെ അവർക്കും ഉണ്ടാവാം. അതെല്ലാം ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഇന്ന് ലഭിക്കാൻ ട്വിസ്റ്റഡ് ആയിട്ടോ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടോ ബയസ്ഡ് ആയിട്ടോ ലീനിയന്റ് ആയിട്ടോ ഉള്ള രീതിയിൽ പോലെയാണെങ്കിലും ഇന്ന് ലഭ്യമാക്കാൻ ഒരു വഴിയേ ഉള്ളൂ, ഈ പത്രമാധ്യമങ്ങൾ. അത് വിമർശനാത്മകമായിട്ട് പറയുന്നുണ്ടാവും, വിശകലനാത്മകമായിട്ട് പറയുന്നുണ്ടാവും. രണ്ടാണെങ്കിലും പത്രങ്ങളുടെയും മാധ്യമങ്ങളുടെയും പ്രാധാന്യം ഇന്ന് നമുക്ക് ഏറെ അറിയാൻ സാധിക്കുന്നുണ്ട്. വളരെ ക്രൂഷ്യലായിട്ടുള്ള പല തീരുമാനങ്ങളും നമ്മൾ മിനിറ്റുകൾ കൊണ്ടും സെക്കൻഡ് കൊണ്ടും അറിയുന്നതും അതിൻ്റെ ഗുണദോഷങ്ങൾ വിലയിരുത്തുന്നതും കുറേയൊക്കെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന പത്രമാധ്യമങ്ങളിലെ ആർട്ടിക്കിളുകളും വാർത്തകളുമാണ്. അപ്പൊ ശരിക്ക് നന്മ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണെങ്കിൽ ആ ചെയ്യുന്നതെല്ലാം നന്മയാണ് എന്ന്, അല്ലെങ്കിൽ തിന്മയും അതിനകത്തുണ്ട് എന്ന് ഒരു ഡിക്ഷണറി നോക്കിയാലും ഒരു ഗൂഗിൾ സെർച്ച് നടത്തിയാലും ഒരു ഇന്റർനെറ്റ് അനാലിസിസ് നടത്തിയാലും കിട്ടില്ല. പിന്നെ എന്താ വഴി? ഒരു വഴിയേ ഉള്ളൂ. അതിൽ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ പറയുന്ന രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങളും കേട്ട്
ഒരു തീരുമാനം എടുക്കണമെങ്കിൽ എടുക്കാനോ അല്ലെങ്കിൽ ഒരു വീക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാനോ നമുക്ക് അവസരം ലഭിക്കുന്നു. അപ്പൊ ശരിക്ക് ഭാരതത്തിലെ ഏതൊരു മുഖ്യമന്ത്രിയുടെ മരണവും മരണാനന്തര കർമ്മവും ജനശ്രദ്ധ എത്ര പിടിച്ചുപറ്റിയോ അതിനേക്കാൾ വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയെന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാ? മറീന ബീച്ചിൽ ചെന്നിട്ട് കുമാരി ജയലളിതയുടെ ശവസംസ്കാര ചടങ്ങിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ അവസാനത്തെ പ്രഭാഷണവും ധനുഷ്കോടിയിലോ രാമേശ്വരത്തോ അദ്ദേഹത്തിന്റെ കബറടക്കം നടത്തിയതുമെല്ലാം അതിന്റെ വീക്ഷണങ്ങളും വിവരണങ്ങളുമെല്ലാം നമ്മൾ മുമ്പിൽ ചെന്ന് നിന്നാൽ പോലും നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് പരിമിതിയുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത് ഇതുപോലെയുള്ള മാധ്യമങ്ങളിലൂടെയാണ്. കേരളത്തിൽ തന്നെ ഈ നോട്ട് പിൻവലിച്ചതിനെ കുറിച്ച് നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുന്ന മാതൃഭൂമി പോലെയുള്ള പത്രങ്ങളുണ്ട്. വളരെ ബയസ്ഡായിട്ട് അതിനിശ്ചിതമായിട്ട് കഴിഞ്ഞ മാസം ഇതേ ദിവസം, ഇന്ന് 8-ാം തീയതിയാണ്, ഡിസംബർ 8 കഴിഞ്ഞ മാസം നവംബർ 8-ാം തീയതിയാണ് 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിച്ചത്. അതിനെ ഏറ്റവും നീചവും നിന്ദ്യവും നികൃഷ്ടവുമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് വിവരിച്ച മതമേലധ്യക്ഷന്മാരുണ്ട്. മാതൃഭൂമിയിൽ വലിയൊരു വാർത്തയുണ്ടായിരുന്നു. മതമേലധ്യക്ഷന്മാര് ഈ പ്രവൃത്തിയെ ഏറ്റവും നിന്ദ്യവും നീചവുമായിട്ട് വിവരിക്കുകയും അതിനെതിരെ പ്രതിപക്ഷം പ്രവർത്തിക്കാതിരുന്നതും പ്രവർത്തിച്ചിടത്തോളം ഫലം ലഭിക്കാതിരുന്നതും സാക്ഷിഭാവത്തില് പ്രതിപക്ഷം വെറുതെ നിൽക്കുകയും ചെയ്തതിനെതിരെ വലിയ ഡിക്ലറേഷൻ നടത്തിയ മതമേലധ്യക്ഷന്മാരുടെ വാർത്തകളൊക്കെ മാതൃഭൂമിയിലുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ അറിയുന്നത് എങ്ങനെയാ? 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിച്ചതിന്റെ അടുത്ത ദിവസം ജമ്മു കാശ്മീരിൽ കല്ലെറിയൽ നിന്നു, എല്ലാവരും സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി എന്നാ പറയുന്നത്. അടുത്ത ദിവസം അവിടെ കടകമ്പോളങ്ങള് തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. മാവോയിസ്റ്റുകളുടെ ദേശാടനം, കാട്ടിൽ നിന്ന് നാട്ടിലേക്കുള്ള വരവുണ്ടായി. 2 ലക്ഷം കോടി രൂപ ഡിക്ലെയർ ചെയ്തു. 1360 കോടി രൂപ ഡിക്ലെയർ ചെയ്തു. 7.5 കോടി രൂപ ഒരാളുടെ വ്യക്തിയിൽ നിന്ന് പിടിച്ചു. എല്ലാ വാർത്തകളും ഭാരതത്തിലെമ്പാടും ഭാരതത്തിന് പുറത്ത് നടക്കുന്നത് നമുക്ക് ലഭിക്കാൻ അർണബ് ഗോസ്വാമി പറഞ്ഞതുപോലെ പത്രമാധ്യമങ്ങളേ ഉള്ളൂ. അവര് ഫിൽട്ടർ ചെയ്തിട്ടാണ് വാർത്ത ഇടുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പൊ എനിക്ക് തോന്നി തുടങ്ങിയത് അവര് ഫിൽട്ടർ ചെയ്യുന്നതിനെ നമ്മൾ വീണ്ടും ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കുക. അവർക്ക് ഫിൽട്ടർ ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ നമുക്കും ഫിൽട്ടർ ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. അവർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാനോ എടുക്കാതിരിക്കാനോ സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ സ്വാതന്ത്ര്യം നന്നായിട്ട് ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന എല്ലാ വിവരണങ്ങളും, ഇപ്പൊ സൂര്യപ്രകാശം ഉപയോഗിക്കുന്ന വ്യക്തികള്, സൂര്യപ്രകാശം ഉപയോഗിക്കുന്ന ജന്തുക്കള്, സൂര്യപ്രകാശം ഉപയോഗിക്കുന്ന സസ്യങ്ങള്, അത് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് അവരവർക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ ഈ ഭാരതത്തിന്റെ നന്മകൾ വിവരിക്കുന്നുണ്ടെങ്കിൽ അതെടുക്കുക, തിന്മകൾ വിവരിക്കുന്നുണ്ടെങ്കിൽ അത് ബയസ്ഡാണോ നോക്കുക, അത് ബയസ്ഡാണെങ്കിൽ സത്യം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. ഇങ്ങനെയെല്ലാം നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. അർണബ് ഗോസ്വാമിയെ പോലെയുള്ളവര് രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി നിൽക്കും എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചപ്പോൾ ഏതോ ഒരു ആഹ്ലാദം മനസ്സിൽ തോന്നി. CNN, IBNലും ഇന്ത്യൻ എക്സ്പ്രസിലും അതുപോലെയുള്ള കുറേ പത്രങ്ങളിലും ഈ അടുത്ത കാലത്ത് നടന്ന വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം വളരെ വസ്തുതാപരമായിട്ട് പ്രകീർത്തിക്കുകയും അതിലെ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളെല്ലാം പറയുകയും എല്ലാം ചെയ്യുമ്പോൾ കൊടുക്കേണ്ടവർ കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ടവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എടുക്കേണ്ടവർ എടുക്കേണ്ടതുപോലെ എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കും എന്നുള്ളതിന് നമുക്ക് പ്രത്യക്ഷമായിട്ടുള്ള അനുഭവമാണ്. കഴിഞ്ഞ 8-ാം തീയതി മുതൽക്ക് ഈ 8-ാം തീയതി വരെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നത് എന്ന് തോന്നുന്നു. പ്രണാമം, നമസ്കാരം.